ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മുടെ കല്യാണവും പരിപാടിയും ഫംഗ്ഷന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങളെ വീഡിയോസൊക്കെ കണ്ടു. ഒരുപാട് ആൾക്കാർ ലൈക്ക് ചെയ്തു, കമൻറ്റ് ചെയ്തു, വീഡിയോ കണ്ടു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ സന്തോഷം. അപ്പോൾ എന്തായാലും നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടും എങ്ങോട്ടാണ് അടുത്ത ഒരുങ്ങിയിട്ടുള്ള യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കേട്ടോ. ഇന്ന് നമ്മൾ പോകുന്നത് ലോങ് ട്രിപ്പ് പോവാണ് ഗൈസ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് പോകുമല്ല, പാലക്കാട് നിന്ന് കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്. ഇന്ന് നമ്മൾ ഫാമിലി എല്ലാവരും പാടായിട്ട് ഒരു ലോങ് ട്രിപ്പ് പോവാണ്. ഇന്ന് പോണത് എവിടെയെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളത്തേക്കാണ്, കൊച്ചിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോണ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനുണ്ട്, ചക്കരയുണ്ട്, നമ്മുടെ ലെനമോളുണ്ട്, ഉമ്മായും ഉപ്പായും ഉണ്ട്, പിന്നെ ഒരാൾ കൂടി ഉണ്ട്. അതാരെന്ന് വെച്ച് കഴിഞ്ഞാൽ റയാനാണ്. അപ്പോൾ റയാന് കല്യാണത്തിന് വേണ്ടിയിട്ട് എറണാകുളത്താണ് പഠിക്കണത്. കല്യാണത്തിന് വേണ്ടിയിട്ട് അവൻ നാട്ടിൽ വന്നതായിരുന്നു. അപ്പോൾ നമ്മളങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ കൂടെ അവനും വരികയാണ്. അപ്പോൾ എന്തായാലും സാധാരണ ബസ്സിനാണ് വരും പോവും ചെയ്യണത്. അപ്പോൾ നമ്മൾ പോകുന്ന ഡേറ്റും ഇവനും ഇന്ന് തന്നെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യാൻ വിചാരിച്ചു, നമ്മളൊപ്പം കാറിൽ അവനാണ് ഡ്രോപ്പ് ചെയ്യുക അല്ലേ ചക്കരെ, അവനെ കൂടെ ഡ്രോപ്പ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാനും ചക്കരയൊക്കെ അതാ നമ്മുടെ ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സാണല്ലേ ഇത്. ബർത്ത്ഡേക്ക് എടുത്ത ഒരു നേവി ബ്ലൂ കളർ കോസ്റ്റ്യൂമിലാണ്, കുട്ടിയും ബ്ലൂ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും ബ്ലൂ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഉമ്മ അതാ നിൽക്കണം. ഉമ്മൻ്റെ കയ്യിലെന്താ, ഉമ്മക്ക് കിടന്നുറങ്ങാനുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ കയ്യിൽ. ഉമ്മക്ക് ലോങ് യാത്ര പോകുമ്പോൾ കഴുത്ത് വേദനേൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു സ്ലീപ്പിംഗ് പില്ലോയൊക്കെ ഉണ്ട് കേട്ടോ, നെക്ക് സപ്പോർട്ടിൻ്റെ. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് ഉമ്മ വന്നിരിക്കുന്നത്. അപ്പോൾ എറണാകുളത്ത് കൊച്ചിയിൽ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, കൊച്ചിയിൽ ഓണം പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള 2 ചെറിയ പരിപാടികളാണ്. അപ്പോൾ പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോണതാണല്ലേ. ഇനി വേറെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമല്ല, നൗഫലും ഉണ്ടല്ലേ. നൗഫലും ഉമ്മായും സിനും കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവർ പാലക്കാട്ടിൽ നിന്ന് നേരെ എറണാകുളത്തേക്ക് വരികയാണ് ചെയ്യുന്നത്, കൊച്ചിയിലേക്ക് വരികയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ കൊച്ചിയിലേക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയായാലും ഒരു കഷ്ടി ഒരു 4-5 മണിക്കൂർ യാത്ര കൊച്ചിയിലേക്ക് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്നൊരു 190-200 കിലോമീറ്റർ നമുക്ക് വരുന്നുണ്ട്. പാലക്കാട് നിന്നാണെങ്കിൽ ഒരു 100-120 കിലോമീറ്റർ വരണുള്ളൂ, ഒരു 4 മണിക്കൂറൊക്കെ യാത്രയെ വരണുള്ളൂ. പക്ഷെ അതേസമയം നമുക്കൊരു 5 മണിക്കൂറോളം യാത്ര വരണുണ്ട്. പോണ വഴിക്ക് ഭക്ഷണം കഴിക്കണം, ഊണ് കഴിക്കണം, ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ എത്താൻ കേസ്. അപ്പോൾ എന്തായാലും മഴ കാര്യങ്ങളൊന്നും ഇതുവരെ കാണാനില്ല. മഴക്കാറുണ്ട്, ഇനി പോണ വഴിക്ക് എന്താണോ എന്ന് അറിയില്ല. പിന്നെ തിരക്കും ഉണ്ടാവും, ഒന്ന് വർക്കിംഗ് ഡേയും കൂടിയല്ലേ. അപ്പോൾ എന്തായാലും നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം 8 മണിയാവാനായിട്ടുണ്ട്. എന്നാൽ നമുക്ക് നോക്കിയാലോ എന്നാലും. എന്നാൽ വരി ഇറങ്ങി. റയാനെ ബാഗ് സാധനങ്ങളൊക്കെ എടുത്തോ നിൻ്റെ. നിനക്ക് എറണാകുളത്ത് എവിടെയാണ് ഇറങ്ങുന്നത്? കളമശ്ശേരിയിൽ. ഇവന് കളമശ്ശേരിയിലാണ് ഇറങ്ങുന്നത്. നീ പഠിക്കണത് എവിടെയാണ് നിൻ്റെ സ്കൂള്? മണലിമുക്ക. മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ട് മണലിമുക്ക് എന്താ സ്ഥലപ്പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. എന്തായാലും ഒരു ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തണം. ഒരു 1 മണി ടൈമിലൊക്കെ ഇത് ബേക്കിലിട്ടോ, അതൊക്കെ 1 മണി ടൈമിലൊക്കെ ആകുമ്പോൾ നമുക്ക് പാർസൽ ട്രെയിലിട്ടോ, ബേക്കിലിട്ടോ. അപ്പോൾ അതെല്ലാം കൊണ്ട് ആ ടൈം കണക്കാക്കിയിട്ടാണ് നമ്മളൊരു 8 മണിക്ക് ഇറങ്ങുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാനും പിന്നെ ഒന്ന് വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ പെട്രോൾ പമ്പിലൊക്കെ ഇറങ്ങണമല്ലോ. അതൊക്കെ കണക്കാക്കിയിട്ട് ഈ ഒരു നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും പോണ വിശേഷങ്ങളൊക്കെ ഞാൻ കാറിൽ കയറിയിട്ട് എന്താണെന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഡ്രസ്സ് നമ്മുടെ ബർത്ത്ഡേക്ക് ഇട്ട് കണ്ട ഡ്രസ്സാണ്. ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. സ്റ്റോൺ വർക്കുകളൊക്കെ ഉള്ള ഷർട്ടാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നേരെ നമുക്ക് പോകാം. നമ്മൾ മുഖം വഴി തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. വെരി കുട്ടി ഉറങ്ങിയമ്മ? ഉറങ്ങിയ? കുട്ടി ഉറങ്ങി. അതുപോലെ ഉറങ്ങിയപ്പോൾ തന്നെ ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് അവൾ എഴുന്നേറ്റാറ്. അപ്പോൾ ഇന്ന് പിന്നെ നേരത്തെ എഴുന്നേറ്റ കാരണം കൊണ്ട് അവിടെ ഉറക്കം ശരിയായിട്ടുണ്ടാവില്ല അല്ലേ. അവൾ ഉറങ്ങിക്കോട്ടെ. വാക്കര ഇതിൽ കൂടെ ഏത് അത് വഴി തന്നെയാണ്, ഇതിൽ കൂടെ കയറാം. നിരപ്പുണ്ട്. രാവിലെ തന്നെ എല്ലാവരും അപ്പം കഴിക്കാൻ വിചാരിച്ചു. അപ്പം നല്ല വെള്ളപ്പം, അതേപോലെ തന്നെ മുട്ടക്കറി. ഞാനും അപ്പായോട്ട് കണ്ട് നിങ്ങളത് അവിടെ നിന്ന് വെക്കാണ്. കുട്ടിക്ക് വാങ്ങിയോ? കുട്ടിക്ക് ഒരു ഇപ്പം വാങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ എല്ലാം കൊടുക്കാം. ഓക്കെ, അതൊക്കെ അങ്ങനെ പത്തനംതിട്ട എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് പെട്രോൾ അടിച്ച് വണ്ടിൻ്റെ ടയറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ഒന്ന് ടോയ്ലറ്റൊക്കെ പോയി ഒന്ന് യൂറിനൊക്കെ പാസ് ചെയ്ത് റിഫ്രഷായി വന്നു. ഓക്കെ,
അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ല മഴക്കാറ് കാണുന്നുണ്ട് കേട്ടോ. അടിപൊളി മഴക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് വണ്ടിയിൽ കയറിയപ്പോൾ അതേ മഴ പെയ്യാണ് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ എത്തിയപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് നമ്മൾ റാന്നി എത്താനാണ് പോണത്. നമ്മൾ പോണത് സ്ഥലം എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു, എറണാകുളത്താണ്, തൃക്കാക്കരയിലേക്കാണ് പോണത്. കൊച്ചിയിൽ പോകുന്ന കാര്യം എന്താണെന്ന് നമ്മൾ വഴിയെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, എല്ലാവർക്കും അറിയാം നമ്മുടെ 2026 ഓണം നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മാസമാണ് ഓണം വന്നിട്ട് ഓരോ ആൾക്കാരും ഓണത്തിന് മുന്നേയുള്ള തിരക്കുകൾ കാര്യങ്ങളിലൊക്കെ ആവും, അല്ലെങ്കിൽ ഓണം പർച്ചേസോ അതിനുള്ള പിന്നെ തിക്കും തിരക്കുണ്ടാവും. ഓരോ സ്ഥലത്ത് കൂടി ഓണം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമുക്കും അതേപോലെ തന്നെ ഒരു ഓണം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് കൊച്ചിയിലേക്ക് പോകുന്നത്. അതായത് നമുക്കിന്നൊരു ചാനൽ ഇൻ്റർവ്യൂ ഉണ്ട്, അതേപോലെ തന്നെ ചെറിയൊരു ഷോ, കുക്കറി ഷോ പോലത്തെ ഒരു ചെറിയ പരിപാടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കൊച്ചിയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ കുക്കറി ഷോ എന്ന് പറയുമ്പോൾ ഞാനും ചക്കരയും കുട്ടിയും, നമ്മൾ 3 ആളും കപ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഒരു കുക്കറി ഷോ വന്നിട്ട് ഓണത്തിനൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ നമ്മുടെ ഈ ചാനലിലൊക്കെ പറഞ്ഞത്, അതേപോലെ തന്നെ ഒരു പരിപാടിയാണ്, കുക്കറി ഷോ ആണ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ തന്നെ നോർമലി ഉണ്ടാവുന്ന പോലെ തന്നെ ഇൻ്റർവ്യൂ പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വഴിയെ നമ്മൾ അതിൻ്റെ ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല, നേരെ ഇനി ഓടി പോയാൽ മതി. ഏകദേശം നമുക്ക് ഒരു 1.5 മണിക്കൊക്കെ ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഴയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ടൈം കൂടാൻ സാധ്യതയുണ്ട്, ട്രാഫിക് ആണെങ്കിലും ടൈം കൂടാൻ സാധ്യതയുണ്ട്. സ്കൂൾ ടൈമൊക്കെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്, സമയം ഇപ്പോൾ ഒരു 10:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്കൂൾ ടൈം കഴിഞ്ഞു, സ്കൂൾ വണ്ടിൻ്റെ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു മഴയും ട്രാഫിക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അറൈവിങ് ടൈം വീണ്ടും ഡിലേ ആവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം ഗൈസ്. കുട്ടിക്കും ഇതേ ഇവിടെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചക്കര അല്ലേ. അപ്പം വാങ്ങിയില്ലേ? അപ്പം വാങ്ങി. എന്താ എവിടെ പോണത്? എവിടെയാ പോണത്? അലാനാന്റെ 2ാമത്തെ ഇന്റർവ്യൂ അല്ലേ ചക്കരെ അല്ലേ? അലാന്റെ 2ാമത്തെ ഇന്റർവ്യൂ ആണ്. ആ, ടാറ്റ പോവേണോ? ഞാനാ അലാന ടാറ്റ പോവാനടി. അതെ, അലാന പള്ളയിലായിരുന്നപ്പോൾ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ അലാനാക്ക് കഴിഞ്ഞു. അതേപോലെ തന്നെ അടുത്ത ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഇവിടെ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്തൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ആയിരുന്നു നമ്മുടെ ഇപ്പം ഈ 2-1 മുന്നേക്കെ ഉള്ള വെള്ളം കയറിയതല്ലേ, റാന്നി കൂടെയാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രദേശത്തൊക്കെ നല്ലപോലെ വെള്ളം കയറിയിട്ടും പിന്നെ കുറച്ച് പ്രശ്നമായിട്ടുള്ള ഏരിയ ആയിരുന്നു. നമ്മളന്ന് പാലക്കാട് നിന്നപ്പോൾ ഇങ്ങനെ ട്രെയിനിൽ വന്നപ്പോൾ കണ്ടില്ലേ, അതേപോലെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്ന അത് ഈ സ്ഥലമല്ല, അത് കോട്ടയത്തെ പത്തനംതിട്ടയൊക്കെ കുറച്ച് പ്രദേശങ്ങളായിരുന്നു. അതേപോലെ ഇതിൽപ്പെട്ട കുറച്ച് സ്ഥലത്തിൽ പെട്ടതാണ് ഈ ഒരു ടൗണും ഈ ഒരു സിറ്റിയും റാന്നി ഇറങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വെള്ളം കയറിയ സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ വെള്ളം കാര്യങ്ങളൊക്കെ ഇറങ്ങിയായിരുന്നു, എല്ലാം ഇറങ്ങി. പക്ഷേ മഴ ഒരു ഉള്ളിലൊരു വീതി ഒരു പേടിയൊക്കെ ഉണ്ടാവും, വീണ്ടും സംഭവിക്കുന്നു. അപ്പോൾ സംഭവിക്കാതെ ഇരിക്കട്ടെ. അത്യാവശ്യം വലിയ മഴേൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. ഇനി ഇതേപോലെ വിട്ടുവിട്ടുള്ള ഇടവിട്ടുള്ള മഴകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുവരെ വന്നപ്പോൾ നല്ല തൊട്ട് മുന്നേ വരെ നല്ല വെയിലായിരുന്നു. ഇങ്ങോട്ട് എത്തിയപ്പോൾ മഴക്കാറും ആയി, അതേ നല്ല മഴയായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ പറയാൻ ചോറ് കിട്ടി, ചക്കരക്ക് ചോറ് കിട്ടി, ഉമ്മാക്കും അപ്പത്തൊക്കെ നമുക്കൊക്കെ ഉള്ളത് വരുന്നുണ്ട്. പിന്നെന്താ, മീൻ വറുത്തത് പറഞ്ഞില്ലേ? മീൻ വറുത്തത് ഏതൊക്കെ ഉള്ളത് ചോദിച്ചപ്പോൾ വട്ട, കൊഴുവ, വട്ട ബായിമാരാണ്. വട്ട, കൊഴുവ, ചാള എന്ന് പറഞ്ഞു. അതിൽ ചാള മാത്രം മനസ്സിലായി. ഇതിപ്പോൾ വട്ട, കൊഴുവ ഏതാണെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഇവിടെ എറണാകുളത്ത് ഭാഗത്തൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വട്ട ഏത് മീനാണെന്നൊന്ന് പറഞ്ഞിരുന്നു, കൊഴുവയൊക്കെ ഏതാണെന്നൊന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ചാള നമ്മൾ അറിയണ മീനായതുകൊണ്ട് അത് പറഞ്ഞിട്ടുണ്ട്. മറ്റേ നമ്മളെ നാട്ടിൽ കൂടെയുള്ള വേറെ ഏതോ മീനാണ്, ഇത് നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ അതാ ചമ്മന്തി, പീരി, കൂട്ടുകറി, അവിയൽ, പപ്പടം, സാമ്പാറെടുത്ത് എന്നാൽ ഭക്ഷണം കഴിക്കും. അപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചാൽ നേരെ വിടാം. നമുക്ക് ഇനി ഇവിടെ നിന്നൊരു 15-20 മിനിറ്റ് കൂടി ഉണ്ടാവും. കഴിച്ചിട്ട് നേരെ വിടാം അല്ലേ ചക്കരെ? അല്ലാതെ അതേ ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അത് ചോറ് തിന്നലുണ്ട്. എന്താ ചോറ് തിന്നാത്തത്? എന്താ ചോറ് തിന്നാത്തത്? ഇനി ഒന്നും തരൂല, ഇനി ഒന്നും തരൂല. എന്താ ചോറ് തിന്നാത്തത്?
ചോറ് വേണ്ടേ? ചോറ് വേണ്ടേ? ചോറ് ഉമ്മ വാരി കൊടുത്തപ്പോൾ തിന്നില്ല. അങ്ങനെ ചക്കര എടുത്ത് വാരി കൊടുത്തു, അപ്പോഴും തിന്നില്ല. ഇനി ചോറ് കൊടുക്കണ്ട പെണ്ണിന്. പഴം കൊടുത്തോ? ചോറ് കൊടുക്കാൻ എടുക്കണോ? അവിടെ നിന്ന് എടുക്കണോ? വേണ്ടേ? എന്നാ ഓക്കെ എരി ഗസ്. എന്നാ പോവാം നമുക്ക്. ഇനി നേരെ സ്റ്റുഡിയോയ്ക്കാണ് നമ്മൾ പോകുന്നത് ഗൈസ്. ഓക്കെ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. തൃക്കാക്കരയിലുള്ളത്. നൗഫലിനൊക്കെ കിടക്കുന്നു. തൃക്കാക്കര മാറിക്കും. നൗഫലിൻ്റെ കാർ അതാ കിടക്കുന്നു. അതാണ് നൗഫലിൻ്റെ കാറ്. അപ്പോൾ നമ്മളെ കാറ് ഇവിടെ നിന്ന് മാറ്റി പാർക്ക് ചെയ്യാൻ നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. വീടിൻ്റെ മുന്നിലാണ്. എന്നാൽ വരും കയറാൻ കേട്ടോ നമുക്ക്. അതിൻ്റെ മുകളിലാണ് സ്റ്റുഡിയോയിലൊക്കെ എഴുതിയിരിക്കുന്നത്. എന്നാ എവിടെയുള്ളത്? കൊച്ചി. എവിടെയാണ്? കൊച്ചി. കൊച്ചി പറയേ. കൊച്ചി. അങ്ങനെ നമ്മളെത്തിക്കഴിഞ്ഞപ്പോൾ നല്ല വരും കയറാം. നോക്കി ക്രോസ് ചെയ്യും. വരി. ഗൈസ് അങ്ങനെ നമ്മൾ സ്റ്റുഡിയോൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഒരാളിവിടെ 2 കുട്ടികളെ കൊണ്ട് ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പരിചയമുള്ളൊരു മുഖം ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അന്നപ്പോ നിങ്ങള് മറ്റേ വ്ളോഗർ അല്ലേ? ഉമ്മൈമോനെ ചാനലത്തെ സിനത്തല്ലേ ഇത്? അതേ അറിഞ്ഞു. അതിൽ എവിടെ ലൗപലം വെച്ചപ്പോ ഉള്ളിലാണ് അവര്. പിന്നെ ഷൂട്ടിങ്ങിലാണ് എന്ന് അറിഞ്ഞു. അപ്പൊ ഇതാ ഐബുക്കുട്ടൻ ഇവിടെ ഉണ്ട്, അലേഹ അവിടെ ഉണ്ട്. 2 ആളെയും കണ്ടപ്പോ അലേഹക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. അലേഹ ഇതാരാ? അതാരാ? നിങ്ങളെപ്പോഴാ എത്തിയ സിനു? 1:30 കഴിഞ്ഞേ. 1:30 ആയി. കഴിച്ചിട്ട് അങ്ങനെ വരിക ചെയ്ത് ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാവരും സ്റ്റുഡിയോന്റെ ഉള്ളിലുണ്ട്. ഇതാണ് സ്റ്റുഡിയോ. ഇതല്ല സ്റ്റുഡിയോ, ഇതിന്റെ അപ്പുറത്താണ് കിച്ചൺ സെറ്റപ്പ്. കിച്ചൺ സെറ്റപ്പ് ഇപ്പത്തൊക്കെയാണ് നിങ്ങൾ തോന്നുന്നത്. എന്തായാലും ഇതൊരു കോൺഫറൻസ് ഹാള് പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ആഡ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഗ്രീൻ സ്ക്രീനൊക്കെ ഉള്ളതാണ്. ഓക്കെ. അലാന ഇതാരാ? 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 അലാന. ഇതാരാ? ആരത്? അബു. അബുന് അവ കൊടുക്ക്. ഒരവ കൊടുക്ക്. അബുന് അവ കൊടുക്ക്. പിന്നെ അബുന് അവ കൊടുക്ക്. അലേഹ അലാന എവിടെ? ഓക്കെ. അപ്പോ ഇത്രയും ദിവസം അവിടെ നിന്നിട്ട് ഇപ്പൊ അടുത്തല്ലേ നമ്മള് പോകുന്നത്. അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. മറന്നിട്ടൊന്നുമില്ല. ആരും മറന്നിട്ടൊന്നുമില്ല. അപ്പൊ പെട്ടെന്ന് വീണ്ടും കുറച്ച് രാഴ്ചയ്ക്ക് ശേഷം വീണ്ടും കണ്ടതിലുള്ള ആ ഒരു പുഴുവാണ് കേട്ടോ കാണുന്നത്. ഉമ്മ അതാ നിൽക്കും. ഉമ്മ എന്താ അങ്ങനെ ഉണ്ടാക്കി? അവിയലുണ്ടാക്കി. ഉമ്മ അവിയലുണ്ടാക്കിയ ചക്കര. നൗഫലുണ്ടാക്കിയത്. ഇവിടെ ചക്കര ഉണ്ടാക്കിക്കോളൂ. ചക്കരക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയാലോ. ബട്ടർ. ആ കട്ട പോലത്തെ സാധനം. ഓക്കെ. അപ്പൊ മറ്റേ വരെ പരിപാടി കഴിഞ്ഞിട്ട് ഒരു താഴേക്ക് ഇറങ്ങി. ഇനി അടുത്ത ഞമ്മളെ ഊഴാണ് ഗൈസ്. അടുത്ത ഞമ്മള് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഓക്കെ. ഭക്ഷണം കഴിച്ചു നിങ്ങള്? കഴിച്ചിട്ടാ വന്നത്? അലാന അലാന എവിടെ ഇരിക്കണത്? എവിടെ ഉമ്മമ്മ? ഉമ്മമ്മ എവിടെ? ഗൈസ് അങ്ങനെ നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഇന്റർവ്യൂവിന് പോവാണ്. അപ്പൊ അത് എടപ്പള്ളിയിലാണ് ഉള്ളത്. നല്ല അടിപൊളി ട്രാഫിക് ബ്ലോക്ക് ആണ്. ഉമ്മാക്ക് ഇവിടെ മുന്നേ ലുലുവില് വന്നതാണല്ലേ അമ്മ? കുറെ വർഷങ്ങൾക്ക് മുന്നേ. അന്ന് മെട്രോ ഇല്ല, പാലം ഇല്ല, ഒന്നും. ഇപ്പോ നേരെ മുകളിൽ കൂടി മെട്രോ ലൈനാണ്. ഉമ്മ പറയാണ് ഇതൊക്കെ കണ്ടിട്ട് ഇവിടെയൊക്കെ കണ്ടിട്ട് ഒന്നും അറിയാൻ വയ്യ, ഒരു രക്ഷയില്ല നമ്മ പറയണത്. അന്നൊക്കെ റോഡ് അങ്ങനെ അതിൽ കൂടെ ക്രോസ് ചെയ്ത് പോയത്. മുകളിൽ കൂടി മെട്രോ ഉണ്ടല്ലേ.
അതെ അതെ, ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോഴൊക്കെ മെട്രോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അടുത്ത് നമ്മൾ ഇനി നേരെ ഇൻ്റർവ്യൂവിന് പോയിക്കൊണ്ടിരിക്കുകയാണേ. സമയം 5:30 ആവാൻ പോകുന്നു. ഇങ്ങോട്ട് പിന്നെ മഴ കാര്യങ്ങൾ ഒന്നുമില്ല, തിരക്ക് മാത്രമേ ഉള്ളൂ. ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ റയാൻ പോയിട്ടുണ്ട്. റയാൻ ഇതേ ഇവിടെ മെട്രോ സ്റ്റേഷനിൽ അടുത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ദേ ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷനാണുള്ളത്. അപ്പോൾ അടിക്ക് തുറന്നില്ല ഞാൻ, ഡിക്കി തുറക്കടാ. വീടിന്റെ താഴെയുള്ള ബട്ടൺ ലോക്കഡ്. ആ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇന്റർവ്യൂ പരിപാടി, കുക്കിംഗ് പരിപാടി, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. പരിപാടിക്ക് കഴിഞ്ഞതേ ഞങ്ങൾ നേരെ വൈപ്പിനിലേക്ക് പോവാണ് കേട്ടോ. വൈപ്പിന് വല്ലാർപ്പാടം ഫോർട്ട് കൊച്ചി ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പം എന്തായാലും കൊച്ചി വരെ വന്നല്ലേ, കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒന്നും വരണമെന്നല്ലല്ലോ ഈ ഏരിയയിലോട്ട്. എന്തായാലും വന്ന സ്ഥിതിക്ക് സംഭവം കാണാൻ വിചാരിച്ചു. അത് കായലാണ് കാണുന്നത്. അതിൻ്റെ ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെ ചുറ്റിലും കാണുന്നത്. നമ്മൾ വല്ലാർപ്പാടം ഏരിയ, വല്ലാർപ്പാടം ടെർമിനലാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടുന്നാണ് പിന്നെന്താണ് വല്ലാർപ്പാടം ടെർമിനലാണ് കാണുന്നത് അല്ലേ. അപ്പോൾ നൗഫലും സിനുമായി അവരൊക്കെ മുന്നേ പോയിട്ടുണ്ട്, നമ്മളെ മുന്നേ പോയിട്ടുണ്ട്. സമയം എന്താ കണ്ടില്ലേ, 8:30 ആയിട്ടുണ്ട് ടൈം. ഓക്കെ, അന്നേരം നമുക്ക് വൈപ്പിൻ ബോട്ട് ചെട്ടിൻ്റെ അവിടേക്ക് പോവാം. യെസ്, അങ്ങനെ നമ്മൾ വൈപ്പിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ത്രൂ വണ്ടികൾ, പിന്നെ ഈ ഒരു ജങ്കാറിൽ കയറാൻ വേണ്ടി കിടക്കുന്ന വണ്ടികളാണ് കേട്ടോ. അപ്പോൾ നൗഫലും അവരൊക്കെ ഉണ്ട്, അവരൊക്കെ വണ്ടി ബാക്കിലുണ്ട്. എന്നാലും നമുക്ക് ക്യൂവിൽ കിടക്കാം, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ജങ്കാറിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ കാണുന്ന വണ്ടികളൊക്കെ ജങ്കാറിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ നിന്ന് അപ്പുറ സൈഡിലേക്ക് പോകാനുള്ള വണ്ടികളാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കണം. ഒരു വണ്ടിക്ക് 65, 2 വണ്ടിക്ക് 130 റുപ്യാണ് ജങ്കാറിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പോൾ നമ്മളെ വണ്ടി ഇതിലുണ്ട്. വണ്ടിയുടെ ബൈക്കുകളും കാറുകളും ഒക്കെ ഇതിൽ കൂടി പിന്നെ പോകാനുള്ള ആൾക്കാർ തന്നെയാണ്. വണ്ടിയിലുണ്ട്. ആ വണ്ടിയിലുണ്ട്, വണ്ടിയിലുണ്ട്. അതാ 65. കയറത്തില്ല. അപ്പോൾ കുറച്ച് മുന്നേക്ക് പോയിരുന്നാൽ കാണാം. ഇത് ഇവിടെ നിന്ന് അപ്പുറ സൈഡ് കൊണ്ടുപോകും. അതിൽ ഫോട്ടോ വെച്ചിട്ട് ഏകദേശം ഒരു 10-15 കാറും പിന്നെ അതേപോലെ തന്നെ ഒരു 10-30, 10-20-25 ബൈക്കൊക്കെ ആയിട്ട് എന്തായാലും ഇതിൽ പോകാൻ പറ്റും കേട്ടോ. അതാണ് സെറ്റപ്പ്. അലേഹ എന്താ എങ്ങോട്ടാ പോണ്? വെള്ളത്തിൽ കൂടെ പോവാണ്. ഓ എന്ത്? ആ വെള്ളം നോക്ക്. അവിടെ വെള്ളം കാണിച്ചിട്ടാണ് കൈ. അപ്പോൾ ഇക്കര എത്തിയിട്ടുണ്ട് നമ്മൾ. അക്കരയിൽ ജങ്കാറെടുത്തിട്ട് ഇതേ ഇവിടെ ലാൻഡ് ചെയ്യും. സെറ്റപ്പ്. ഓരോ വണ്ടികൾ ഇങ്ങനെ ഇറങ്ങില്ല. അങ്ങനെ നമ്മൾ അടുത്ത് വന്നിട്ടുള്ളത് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ. ഫോർട്ട് കൊച്ചി ബീച്ചിലാണ് വന്നിട്ടുള്ളത്. അതേ ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ കടകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതെന്താ ഹെലികോപ്റ്റർ അതാണ്. തേങ്ങയിൽ നോക്ക്, കുരങ്ങന്, ഗണപതി അല്ലേ, ഓരോ കലാരൂപങ്ങൾ. അടിപൊളി. ഇത് കൂടെ ഫുള്ള്
അത്തറ്, സ്പൈസസ്, ഫിഷറി, തൊപ്പികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ സോപ്പാണ് കണ്ടില്ലേ. അതാ ബോട്ട് നോക്ക്. ഏലക്ക എന്താ വില? ഏലക്ക ഇത് എന്താ വില? 4,900 കിലോ. ടോപ്പ് റേറ്റ് 90 രൂപ. പൈസ ഏലക്കൊക്കെ ടോപ്പ് വിലയാണ്. 100 ഗ്രാം 490, അതായത് 500 രൂപ തന്നെ. 100 ഗ്രാം എന്ന് പറയുമ്പോൾ ഇത്ര ഉണ്ടാവില്ലേ ഏലക്കൊക്കെ. 100 ഗ്രാം എന്ന് പറയുമ്പോൾ ഇത്ര ഉണ്ടാവുള്ളൂ. രക്ഷയില്ലാത്ത വില പറയാൻ പറ്റില്ല. എൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഏലക്കൊക്കെ പ്രോസസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കല്ലിട്ടിട്ടുണ്ടല്ലോ. ഈ കാണുന്നത് ഡച്ച് പള്ളിയാണ് കേട്ടോ, ക്രിസ്ത്യൻ പള്ളി. ഡച്ചുകാരുടെ പഴയ പള്ളിയാണ്. എത്രയെങ്കിലും വർഷങ്ങൾ, 100-150 വർഷങ്ങളൊക്കെ മുന്നത്തെ പള്ളിയാണ് ഈ കാണുന്നത്, ഡച്ച് പള്ളി. ഓക്കെ, ആ കാണുന്നത് അതാ ബീച്ച്, നമ്മുടെ ടെർമിനലാണ് ആ കാണുന്നത്. വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലാണ്. എന്താ കാക്കൂ? എന്താ കാക്കൂ? ഒരാഴ്ച വന്നിട്ട് വരാം, ട്രെയിനിൽ വരാം. എവിടെയെങ്കിലും വേഗം നോക്കി വെക്കാം. എവിടെയെങ്കിലും വേഗം ഉണ്ടോ നോക്കി വെക്കാം. കടകളിൽ ടാറ്റ കൊടുക്ക പോന്നെ. കറക്റ്റ് 10 മണിയായി. ആയിക്കോട്ടെ. ശരി, എന്നാ വിളിക്ക്. എത്തിയിട്ട് വിളിക്ക്. നിങ്ങളാണ് മുമ്പേ എത്തണത്. പോവാം നമുക്ക്. അവർക്ക് ഇടത്തോട്ട് നമുക്ക് വലത്തോട്ട്. അങ്ങനെ നമ്മള് കൊച്ചിയിൽ ഭക്ഷണം കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാനുണ്ട് ഭയങ്കര രസം. നമ്മളാദ്യം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നൗഫർ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് കുറേ കട തിരക്കില്ലേ. കുറേ കട കേസ് നമ്മൾ തപ്പിയിൽ ഒരു കടയിലും പിന്നെ നമ്മൾ ഇതേപോലെ കഴിക്കാമെന്ന് വിചാരിച്ച ഭക്ഷണങ്ങളൊന്നുമില്ല. അതായത് ഉള്ളതൊക്കെ ഒന്നുകിൽ അൽഫാം, റോസ്റ്റഡ് അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ ഷവർമ അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ പറ്റില്ല. അപ്പോൾ അതെല്ലാം കൊണ്ട് കുറേ അന്വേഷണം ഇങ്ങനത്തെ കടകളൊന്നും കിട്ടാനായിട്ട് നമ്മൾ പറഞ്ഞ ഏതായാലും ഫുഡിനായിട്ട് കുറേ തിരക്കി നടന്നു കഴിഞ്ഞാൽ കുറേ സമയം വേസ്റ്റ് ആണെന്നല്ലാണ്ട് നമുക്കൊന്നും ഫുഡ് കിട്ടാനും പോണില്ല. കാരണം സമയം ഇപ്പം തന്നെ ആകെ 10:15 ആയിട്ടുണ്ട്. പിന്നെ 5-6 മണിക്കൂർ യാത്രയുള്ളല്ലോ നാട്ടിൽ. അപ്പോൾ ഞങ്ങളെന്താ പറഞ്ഞു, എന്തായാലും അവർ നാട്ടിലോട്ട് പോകുമ്പോൾ അവർക്ക് അങ്ങനെ അവിടെ നിന്ന് കഴിക്കാം, നമ്മളെന്നാൽ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അങ്ങനെയും കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ അവരങ്ങനെ തിരിച്ച് പാലക്കാട്ടേക്ക് യാത്രയാക്കാൻ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കൊല്ലത്തേക്ക് യാത്രയായപ്പോൾ ഞങ്ങൾ തിരിച്ച് കുട്ടനാട് വഴി പോകാൻ വിചാരിച്ചു. ഈ നേരത്തെ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ. ആണെങ്കിൽ കാഴ്ചയൊക്കെ കണ്ടുവാണെങ്കിൽ പോവാം, കായലൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത്, ഫുഡ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചക്കര എന്താണ് കഴിക്കാൻ പറഞ്ഞു? നൈസ് പത്തിരി, താറാവ് റോസ്റ്റ്, ഉമ്മായി ഞാനും കപ്പ, മീൻകറി, അയലക്കറിയും കേരക്കറിയും പറഞ്ഞ് അപ്പോൾ വെള്ളപ്പം മുട്ടക്കറി പറഞ്ഞു. അന്നേരം ഭക്ഷണം എടുത്ത് നല്ല വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കാം. ഇതിന് താറാവ് ഏതാ? അത് താറാവ്, അത് കരിമീൻ കറി, ഇത് കേരക്കറി, ഇത് മുട്ടക്കറി, എല്ലാ കറിയും വന്നിട്ടുണ്ട്. കപ്പ വന്നിട്ടുണ്ട്, അപ്പം വന്നു, ചക്കരക്കുള്ള നൈസ് പത്തിരി വന്നു. ഭയ ചായ ഉണ്ടോ? ചായ ഉണ്ട്. അപ്പാക്ക് എന്താണ്ട്? എനിക്ക് ചായ. ഉമ്മാക്ക് ചായ. ചക്കരക്കോ? കട്ടന്. ഭയേ 3 കട്ടൻ 1 ചായ. ഓക്കെ, ഗരം പാനി വീതോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങളിത് പോകാനിറങ്ങി. അപ്പോൾ ഈ ഡോൾഫിൻ്റെ വയൽക്കൂടെ കയറി ഉള്ളിൽ പോണ കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഇല്ലേ? അത് കണ്ടില്ല. എന്നാ നോക്കിക്കോ. അതാ പല്ലി, ഡോൾഫിൻ്റെ, അതാ ആമ, എല്ലാ സംഭവങ്ങളുണ്ട്. എന്നാ ഭക്ഷണമൊക്കെ ഉഷാറായില്ലേ? അടിപൊളി ഭക്ഷണം കഴിച്ചു അല്ലേ? അതെ, വെൽക്കം ചെയ്യാനായിട്ട് 2 ചേച്ചിമാരോടൊക്കെ നോക്കി ഉണ്ടോ. നമ്മളെ ശ്രീശൈലത്തിൻ്റെയൊക്കെ മോഡലല്ലേ ചെയ്ത് വെച്ചേക്കുന്ന ഡിസൈനുകൾ. ഓക്കെ, പല്ല് മീൻ്റെ പ്രാവാണിത്. ഡോൾഫിനുണ്ട് ഉണ്ടോ? ഡോൾഫിനുണ്ട്. ഇത് ഒറിജിനൽ ചെടിയാണ്. അതാ അതിൻ്റെ പൂക്കളാണ് ഈ നിലത്ത് നടക്കുന്നത്. ഇത് ഒറിജിനൽ പൂവാണ്. അല്ലല്ല, പ്ലാസ്റ്റിക് അല്ല, ഒറിജിനൽ പൂവാണ്. ഇതൊക്കെ ഒറിജിനൽ പൂവാണ്. ഇതിൻ്റെ ചെടിയാണ്
Turn left onto Service Road. ഉണ്ടോ എന്താ ഏത് അടിപൊളി അടിപൊളി. എന്നാൽ പോവല്ലേ നമുക്ക്? ഓക്കെ എന്നാൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. സമയം 11 മണി ആയിട്ടുണ്ട്. എങ്ങനെയായാലും 12, 1, 2, 3, 4 മണിയൊക്കെ ആവുമെന്ന് തോന്നണത്. തിരക്കില്ലെങ്കിൽ കൂടി എന്തായാലും നോക്കി വെക്കാം ഗൈസ്. എന്നാലും 4, 4:30 മണിയൊക്കെ ആവും. അപ്പോൾ ഓക്കെ നേരെ വീട്ടിലോട്ട് പോവാം നമുക്കിനി.